ദിവസം നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു. കമന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ ലോണ്ടറി നിർത്തിവെച്ചിരിക്കുന്നത്, കസ്റ്റമർ ലോണ്ടറി ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ, ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് അത് സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റമർ ലോണ്ടറി ചെയ്യുന്നത് കൊണ്ടുള്ള ആദ്യം തന്നെ എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി കസ്റ്റമർ ലോണ്ടറി ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലുള്ളൊരു പ്രോഫിറ്റ് നോക്കുമ്പോൾ പ്രോഫിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻറ്റേജിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ലോണ്ടറിനേലും പ്രോഫിറ്റ് കൂടുതലാണ് കസ്റ്റമർ ലോണ്ടറിക്ക്. പിന്നെ ഒരു കസ്റ്റമർ ലോണ്ടറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 20% മുതൽ 50% വരെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റമർ ലോണ്ടറി ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പവർ ലോണ്ടറിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും പൈസ വേണ്ടി വരില്ല ഒരു കസ്റ്റമർ ലോണ്ടറിയുടെ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മൊത്തത്തിൽ നമുക്ക് സ്പേസ് നോക്കുമ്പോഴും കുറച്ച് സ്പേസ് മതി, മിഷനറീസ് നോക്കുമ്പോഴും കുറച്ച് സ്പേസ് മതി മിഷനറീസ് വെക്കാനും. മൊത്തത്തിൽ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സ്പേസ് നോക്കുമ്പോൾ വളരെ കുറവ് മതി പവർ ലോണ്ടറിനെ അപേക്ഷിച്ച് കേട്ടോ. എന്തായാലും അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരിക്കും. ഇപ്പം സാധാരണ ഒരു ചെറിയ രീതിയിൽ ഒരു കസ്റ്റമർ ലോണ്ടറി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മിനിമം ഒരു 50,000 രൂപ വരെ മുടക്കിയിട്ട് നമുക്ക് ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യാം. അത് ജസ്റ്റ് ഡ്രൈ ക്ലീനിങ് പറ്റത്തില്ല, നോർമൽ വാഷിങ് മാത്രമേ പറ്റത്തുള്ളൂ. കസ്റ്റമേഴ്സിന്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുക, അത് അയൺ ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിന്റെ സ്റ്റീം അയണിംഗ് ഒന്നും പറ്റത്തില്ല. സാധാരണ ഇലക്ട്രിക്കൽ അയണിങ്ങും സാധാരണ ഒന്നോ രണ്ടോ ചെറിയ വാഷിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ ലോണ്ടറിയുടെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ വാഷിംഗ്, അയണിങ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു പവർ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഏറ്റവും കുറഞ്ഞത് മെഷീനുകളെല്ലാം വാങ്ങിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 20-25 ലക്ഷം രൂപ അടുത്ത് ചെലവ് വരുന്നുണ്ട്. പിന്നെ പ്ലാന്റ് സെറ്റ് ചെയ്യണം, അതിന്റെ വേസ്റ്റ് ട്രീറ്റ്മെന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യണം, വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യണം, പ്ലാന്റ് ചെയ്യണം. അങ്ങനെ പൊല്യൂഷന്റെ ലൈസൻസുകൾ ഒത്തിരി വേണം. പിന്നെ മെഷീനറീസ് ആണെങ്കിലും 3 ഫേസ് കറണ്ട് വേണം. അങ്ങനെ ഒത്തിരി, പിന്നെ ജനറേറ്റർ സെറ്റ് വേണം, വണ്ടികൾ വേണം, പിക്കപ്പിനും ഡെലിവറിക്കും പോകാനായിട്ടൊക്കെ വണ്ടികൾ വേണം, സ്റ്റാഫിന്റെ എണ്ണം കൂടുതൽ വേണം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പവർ ലോണ്ടറിയെ അപേക്ഷിച്ച് കസ്റ്റമർ ലോണ്ടറി തുടങ്ങാനായിട്ട് എളുപ്പമാണ്. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലും ഒരു കസ്റ്റമർ ലോണ്ടറിയുടെ ചെറിയ രീതിയിൽ ലോണ്ടറി തുടങ്ങുവാണെങ്കിൽ കൊണ്ടുപോയി നടക്കാൻ പറ്റും. അന്നത്തേക്കുള്ള ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു തേപ്പ് കട നടത്തുന്ന ഒരാൾക്ക് തേക്കാൻ അറിയാമെങ്കിൽ മിനിമം ഒരു ദിവസം 1000 രൂപ മുതൽ 1500 വരെ ചെലവുകളെല്ലാം കഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ വാഷിംഗ് കൂടിയും ചെയ്യുന്നവർക്ക് ഏകദേശം 12,000 രൂപ 3,000 രൂപ അടുത്തേക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ പോലെ ഇത് കൊണ്ടുപോയി നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. പിന്നെ ഇതിന്റെ ദൂഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പ്രോഫിറ്റ് കൂടുതലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പ്രോഫിറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് വരുന്ന പൈസയുടെ ഫ്ലോ കുറവായിരിക്കും. നമുക്ക് പവർ ലോണ്ടറി എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 1000 രൂപയെങ്കിലും പവർ ലോണ്ടറിയുടെ ബില്ലുണ്ടാവും. ഇപ്പോൾ നമുക്ക് കസ്റ്റമർ ലോണ്ടറി ഒക്കെ ആകുമ്പോൾ ഒരു 200 രൂപ മുതൽ 100 രൂപ മുതലൊക്കെ വരെയാണ് ബില്ലുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പൈസയുടെ ഫ്ലോ കുറവായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയുന്നത്, അതൊരു ഇൻഡസ്ട്രിയൽ രീതിയിലായിരിക്കും പവർ ലോണ്ടറി വർക്ക് ചെയ്യുന്നത്. ഈ കസ്റ്റമർ ലോണ്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് കസ്റ്റമർ ലോണ്ടറി ഡ്രൈ ക്ലീനിങ്, സ്റ്റെയിൻ റിമൂവിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ലോണ്ടറി വരുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ റിമൂവിങ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെയിൻ റിമൂവിങ്ങിനെ പറ്റി അറിയണം. അതിനെപ്പറ്റി ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കണം, അല്ലെങ്കിൽ പണി അറിയാവുന്ന പണിക്കാരെ കിട്ടണം. ഇപ്പൊ പണിക്കാരെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ, പണി അറിയാവുന്ന പണിക്കാരെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ കസ്റ്റമർ ലോണ്ടറി ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു ബുദ്ധിമുട്ട്, നല്ല രീതിയിൽ അയണിങ് ചെയ്യാൻ അറിയാവുന്ന തേപ്പുകാരെ കിട്ടണം നമുക്ക്. കാരണം തുണി നോക്കി അതിന്റെ ചൂടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാനറിയാവുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ തുണി കത്തിപ്പോവും, ഡാമേജുകൾ വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും.
ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. കസ്റ്റമേഴ്സിൽ ഇപ്പോൾ കസ്റ്റമർ ലോണ്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഡെയിലി നമുക്ക് കണ്ടിന്യൂസ് വർക്കുകളായിരിക്കത്തില്ല. അങ്ങനത്തെ ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുതലാകുമ്പോൾ തന്നെ കസ്റ്റമർ ഹാൻഡിലിങ്ങും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരുടെ പ്രശ്നം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. പണി അറിയാവുന്ന പണിക്കാരെ ഇപ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അവർ ചോദിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ടൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പോലെയൊന്നുമല്ല, ഭയങ്കര എമൗണ്ടാണ് ഇപ്പോൾ പണിക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. പിന്നെ കസ്റ്റമർ ലോണ്ടറി ചെയ്യുമ്പോഴുള്ള മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ പോയിന്റ്സിന്റെ എണ്ണം കൂടുതൽ വേണം. ഒത്തിരി കളക്ഷൻ പോയിന്റുകൾ നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് നല്ലൊരു മാസം ഒരു 2-3 ലക്ഷം രൂപയുടെ എങ്കിലും ഏറ്റവും കുറഞ്ഞ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല നല്ല ഏരിയയിലായിരിക്കണം നമ്മൾ ഷോപ്പ് തുടങ്ങേണ്ടതും കാര്യം. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് കസ്റ്റമർ ലോണ്ടറി സർവീസും ഞങ്ങളുടെ ഷോപ്പുകളൊക്കെ വൈൻഡപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വരുന്ന എൻക്വയറീസ് ഇൻഡസ്ട്രിയൽ വർക്ക്സിന്റെ എൻക്വയറീസ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൂടുതലും ഇൻഡസ്ട്രിയൽ വർക്ക്സ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങിയ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരുന്നത്. പ്ലാന്റാണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്ന മെഷീനറീസും എല്ലാം അതിന് വേണ്ട രീതിയിലുള്ള ഹെവി ഡ്യൂട്ടി മെഷീനറീസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്കിത് കസ്റ്റമേഴ്സിന്റെ നമ്പർ കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് എനിക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ നമുക്കിവിടെ കൂടുതലും എനിക്ക് താല്പര്യം ചെയ്തുകൊണ്ട് നടക്കാൻ താല്പര്യം ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് ആണ്. അതാകുമ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ മാർക്കറ്റിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കണേ, വർക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നോളും. ഉള്ള ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിങ്ങനെ ഈ കസ്റ്റമർ ലോണ്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വൈൻഡപ്പ് ചെയ്തതിന്റെ കാര്യം. കസ്റ്റമർ ലോണ്ടറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കസ്റ്റമർ ലോണ്ടറി തുടങ്ങാം. പിന്നെ ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ ലോണ്ടറിയിൽ പല മേഖലകളുണ്ട്. കസ്റ്റമർ ലോണ്ടറി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യുക. എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ ഇത് രണ്ടും ഞാൻ നടത്തിയതിൻ്റെ പരിചയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് രണ്ടും 2 സെക്ഷനായിട്ട് കുറേ നാൾ കൊണ്ടുവന്ന് നടന്നിരുന്നു. എന്നിട്ട് പോലും നമുക്കത് എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് ഇതിൻ്റെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കസ്റ്റമർ ലോണ്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ പറഞ്ഞ സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളായിട്ട് വരും, പഴയതുപോലെ വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാനിത് നിർത്തുക, നമുക്കുള്ള വർക്കുകൾ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് സമാധാനമായിട്ട് കൊണ്ടുപോയി നടക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ കമൻറ്റ് ചെയ്ത ചേട്ടന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാണ്ട കാര്യങ്ങളാണെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇടാനായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.